വയനാട് ദുരന്തത്തെ ചൊല്ലി കൊമ്പുകോർത്ത് ജോൺ ബ്രിട്ടാസും കേന്ദ്രമന്ത്രിമാരും. ദുരന്തമുഖത്തും കേരളത്തെ അപമാനിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും ചെയ്തതെന്ന് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ പറഞ്ഞു. ദുഃഖത്തിലമർന്ന നാടിനൊപ്പം രാജ്യം ഒന്നാകെ കൈകോർക്കേണ്ട സമയത്ത് പഴിപറഞ്ഞ് അപമാനിക്കുന്നത് ഖേദകരമാണ്. നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങൾക്കൊപ്പം ഇരിക്കുന്ന മന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരെയാണ് എന്നും ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞു. കേരളത്തോട് എല്ലാവിധത്തിലും വിവേചനമാണ്. കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിച്ച ശേഷം 40% സംസ്ഥാനം നൽകണമെന്നും മോഡിയുടെ ചിത്രം പതിച്ച് ബ്രാൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെടുകയാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു. എന്നാൽ ബ്രിട്ടാസ് കള്ളം പറയുകയാണെന്ന് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ 15 പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി. വർക്കല പാപനാശം ബീച്ചിൽ പ്രാദേശിക ഭരണകൂടം എന്താണ് ചെയ്യുന്നത്? ജിയോളജി വകുപ്പ് നേരത്തെ നൽകിയ മുന്നറിയിപ്പുകൾ സംസ്ഥാനം ഏതു തരത്തിലാണ് കണക്കിലെടുത്തത് എന്ന് വ്യക്തമാക്കണം. എങ്ങനെയാണ് പ്രകൃതി നാശം ഉണ്ടായതെന്ന് പഠിക്കാൻ കേരളത്തിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരള ജനതയെ താൻ അപമാനിച്ചുവെന്ന ബ്രിട്ടാസിന്റെ പ്രസ്താവന സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മറുപടി നൽകവേ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടു. ദുരന്തത്തിൽ വേദനയുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വയനാട്ടിൽ 17 ഹെക്ടറിൽ 1 ടണലിന് മാത്രമാണ് കേന്ദ്രം പരിസ്ഥിതികാനുമതി നൽകിയത്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളം 3 ക്വാറികൾക്കാണ് അനുമതി നൽകിയത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിദുർബലമായ മേഖലയിൽ അനധികൃത നിർമ്മാണവും ഖനനവും വ്യാപകമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നത്, താനല്ല എന്നും മന്ത്രി പറഞ്ഞു. അബ്ദുൽ വഹാബ് സാബ് सोच रहे तो मैंगो है, महंगाई है. Sir, what do you mean by महंगाई? Two facets to this issue. One is that the prices of the essential commodities going up. People cannot afford to buy things. So today the newspapers are reported vegetable thalis price went up by 11% within a month. Why I am referring to vegetable thalis? Because number 1 and number 2 have only vegetable. That's why I won't say A1 and A2. मैं छोड़ दिया A1 A2. अभी number 1 number 2. I will not refer to non-vegetarian. Within a month, sir, within a month. Now, महंगाई का another facet क्या है, sir? So the purchasing power of the people are going down. That's why. John, yes, you are making a good address. Thank you, sir. That's why. First is that the price is going up. Second is that what you said. That party. Please pause, sir. Please. Yeah. Please pause. That party deleted. 20 seconds, sir. So you should understand. The essence, the meaning of Mangai means the prices going up, simultaneously the purchasing power of the people going down. That is it. If you understand the meaning of Mangai, you would not have presented a budget like this in the parliament. Second, sir, unemployment, sir. I thought after this drubbing they got in the elections, at least in UP, they would present a people-friendly budget. मैंने सोचा था सर, you also must have expected. I am sure about it. You are such a seasoned statesman. സമ്മാന പെരുമഴ സീസൺ 2 2024 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.